തിരുമേനി, മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചില്ലേ? ആ, നന്ദ, മോളുടെ നക്ഷത്രം ഒന്ന് നോക്കാന്ന് കരുതി. തിരുമേനി ആ ഡേറ്റ് നോക്കി എന്തൊക്കെയോ കണക്കുകൂട്ടലിലായിരുന്നു കുറച്ചു നേരം. ആ സമയം നന്ദൻ എന്തൊക്കെയോ ചിന്തകളിലും ആയിരുന്നു. ഇനി നച്ചുവാണ് പുനർജന്മമെങ്കിൽ അവളുടെ പ്രണയത്തോടൊപ്പമുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം എന്നുള്ളതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മനസ്സ്. മോൾക്ക് ഇതുവരെ പ്രണയമൊന്നുമില്ല. പിന്നെങ്ങനെ ഇതൊക്കെ നടക്കും? മോളുടെ നക്ഷത്രം ആയില്യാണ് നന്ദ, നാഗത്താന്മാരുടെ ഇഷ്ട നക്ഷത്രം. അവരുടെ പ്രിയപ്പെട്ട ഭക്തിയായ ലക്ഷ്മിയുടെ നക്ഷത്രവും ആയില്യായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ നന്ദ, അവരുടെ കൂടിച്ചേരലിലൂടെ എത്രയോ കാലങ്ങളായി തങ്ങളുടെ പ്രണയത്തിനെ കാത്തിരിക്കുന്ന രണ്ടാത്മാക്കൾക്ക് കൂടിയാണ് മോക്ഷം കിട്ടുന്നത്. തിരുമേനി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ മോൾക്കും ശിവയ്ക്കും അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തന്നെ കല്യാണം നടത്തണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നന്ദ. ഇപ്പൊ മോളുടെ കൈകൊണ്ട് കാവിലും നാഗത്തറയിലും വിളക്ക് വെച്ച് അവിടെയൊക്കെ പണ്ടത്തെ പോലെ ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളോട് എല്ലാ കാര്യങ്ങളും പറയാം. ഒരു ആലോചന പോലെ തന്നെ നിങ്ങൾ ഈ വിവാഹകാര്യം പറഞ്ഞാൽ മതി. കുറച്ച് സമയം കൊടുക്കുക അവർക്ക്. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും എന്നെന്റെ മനസ്സ് പറയുന്നു. മോൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യാൻ ഞാൻ നിർബന്ധിക്കില്ല. അവളുടെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. അവരുടെ ഇഷ്ടത്തോടെ മാത്രമേ കല്യാണം നടക്കൂ. അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ എന്തർത്ഥമാണോ ഉള്ളത്? എന്താ നന്ദേട്ടാ ആലോചിക്കുന്നത്? തിരുമേനി പറയുന്നത് നച്ചുവാണ് ലക്ഷ്മിയുടെ പുനർജന്മം എന്നാണ്. എനിക്കിതൊക്കെ വിശ്വസിക്കണോ എന്ന് പോലും അറിയില്ല. പക്ഷെ അച്ഛനോടും തിരുമേനിയോടും ഒന്നും പറയാനും തോന്നുന്നില്ല. മോൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യാനല്ലല്ലോ നന്ദേട്ടാ. അവളുടെ കൈകൊണ്ട് ഒരു വിളക്ക് വെക്കുന്നതോടെ എല്ലാം ശരിയാകുമെങ്കിൽ അത് ചെയ്താൽ എല്ലാവർക്കും സന്തോഷമാകുമല്ലോ. അത് മാത്രം പോരാ, പിന്നെ മോളും ശിവയും അവരുടെ പുനർജന്മമാണെന്നാ പറയുന്നത്. എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ വിവാഹത്തിലൂടെ അവരുടെ പ്രണയവും സഫലമാകുമെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ പേര് ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലടോ, നമ്മൾ ഒരു ആലോചന പോലെ പറഞ്ഞു നോക്കാനാണ് പറഞ്ഞത്. അവർക്ക് പരസ്പരം ഇഷ്ടവും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കേട്ടപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നി. ഈ പറഞ്ഞത് എനിക്ക് ശരിയാണെന്ന് നന്ദേട്ടാ തോന്നുന്നു. എല്ലാം മോളുടെ അഭിപ്രായം പോലെ ചെയ്യാം. ഡി, നീ എന്താ ഈ ആലോചിക്കുന്നത്? അല്ലടാ അജു, ചിലപ്പോ എന്നെ ഞാൻ അറിയാതെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ഇപ്പൊ എന്താ അങ്ങനെ ഒരു സംശയം? അല്ല, നീ പറഞ്ഞതുപോലെ എനിക്ക് പ്രണയം ഉണ്ടെങ്കിലല്ലേ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയും. എങ്കിലല്ലേ നാഗത്താന്മാരുടെ അനുഗ്രഹം പോലെ ലക്ഷ്മിക്ക് അവളുടെ അനന്തന്റെ കൂടെയുള്ള ജീവിതം കിട്ടൂ. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. നീ എന്തിനാ ആ പുനർജന്മം നീ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ ഇന്ന് വരെ ആരെയും പ്രണയിച്ചിട്ടില്ലല്ലോ അജു. ഇപ്പൊ അവരുടെ പ്രണയം ഒരാളില്ലാതെ മറ്റൊരാളില്ലെന്നുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ കേട്ടപ്പോൾ എന്തോ അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ ഒരാഗ്രഹം. അവൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നും, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ തോന്നൽ ശരിയാണെന്ന് എനിക്കിപ്പോ ഏകദേശം ഉറപ്പാണ്. സോ പെട്ടെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. നീ എന്താ ഓരോ കാര്യം പറയുമ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പറയാനുള്ളത് ശിവയുടെ കാര്യമായതുകൊണ്ട്. അയാളുടെ എന്ത് കാര്യം? ഇതാ ഞാൻ പറഞ്ഞത്. അവന്റെ പേര് കേൾക്കുമ്പോ തന്നെ നീ വേറെ ഒന്നും നോക്കില്ല. അവൻ എന്നോട് ചെയ്തതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നോ അജു? ഡി, എനിക്ക് നിന്നേക്കാൾ വലുതല്ല ഈ ലോകത്ത് വേറെ ആരും. നിന്നെ വേദനിപ്പിച്ച ഒരു കാര്യം ഞാൻ മറക്കുകയില്ല. നീ പറഞ്ഞില്ലേ ലക്ഷ്മിയുടെ പുനർജന്മം നീ ആകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെ വന്നാൽ അനന്തനാകാൻ ഏറ്റവും സാധ്യത ശിവയ്ക്കാണ്. എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഈ തറവാട്ടിൽ തന്നെയുള്ള നിങ്ങൾ രണ്ടാൾക്കും ഒരു വിവാഹം എളുപ്പമാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും ശിവ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. നിനക്ക് വേറെ ഒരു ലവർ ഉണ്ടായിരുന്നെങ്കിൽ അത് പറയാം. അതും ഇല്ലല്ലോ. നീ എന്താ അജു പറഞ്ഞു വരുന്നത്? ഞാൻ അയാളെ മാരി ചെയ്യണമെന്നാണോ? എല്ലാവരും ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ശിവയുടെ ഭാഗത്ത് തെറ്റില്ലെന്നറിഞ്ഞാൽ നീ അയാളോട് ക്ഷമിക്കോ? നീ എന്താ പറയുന്നതെന്നറിയോ? അയാൾ എന്നോട് ചെയ്തത് അയാൾക്ക് ബോധമില്ലാതാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ നീ ക്ഷമിക്കോ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. എന്തോ ഇവിടെ വന്ന് ശിവയെ കണ്ടതിന് ശേഷം എനിക്ക് അവ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഒരു തോന്നൽ. ഞാൻ അവനെ ന്യായീകരിക്കാനൊന്നുമല്ല ശ്രമിക്കുന്നത്. ശിവയുടെ പ്രൊപ്പോസൽ പപ്പ പറഞ്ഞ നിനക്ക് എതിർക്കാൻ ഒരു കാരണം പറഞ്ഞേ മതിയാകും. നമ്മുടെ കാരണങ്ങളൊക്കെ ആരോടും പറയാനും പറ്റില്ലല്ലോ. എന്തായാലും പുനർജന്മാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ. അജു, മൈ മൈൻഡ് ടെൽസ് മീ സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ. അജു പറഞ്ഞതുപോലെ അയാൾക്ക് അറിയാതെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് അയാളോട് പെട്ടെന്ന് ക്ഷമിക്കാനൊന്നും കഴിയില്ല. എങ്കിലും ഇപ്പൊ ഉള്ള വെറുപ്പ് ചിലപ്പോ മാറുമായിരിക്കും. അത്രേ ഉള്ളൂ. ശിവയും ഞാനും മാരേജ് ചെയ്താൽ ഇവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാകുമായിരിക്കും. വെറുതെ ഇതൊക്കെ ആലോചിച്ച് എന്റെ ഉള്ള സമാധാനം കൂടി പോകും എന്നാ തോന്നുന്നേ. രാവിലത്തെ ഭക്ഷണം എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു. നച്ചു ഇടയ്ക്കിടയ്ക്ക് ശിവയെ നോക്കുന്നത് കണ്ട് അജു ടേബിളിന്റെ അടിയിലൂടെ അവളുടെ കാലിലൊന്ന് ചവിട്ടി. നിനക്ക് എന്താ അജു? മോളാദ്യം ഫുഡിൽ കോൺസെൻട്രേഷൻ കൊടുക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ഞാൻ അതിന് അവനെ നോക്കിയൊന്നുമില്ല. ഞാൻ അതിന് നീ ശിവയെ നോക്കിയെന്ന് പറഞ്ഞില്ലല്ലോ.
കുറച്ചു നേരം കൂടി മോളി പണി തുടർന്നാൽ ഇവിടെയുള്ള എല്ലാവരും കൂടി ഇപ്പൊ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കും. മോളെ, ഞാൻ പറഞ്ഞതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പപ്പ പറഞ്ഞത്? നീയൊന്നും കേട്ടില്ലേ? ഞാൻ മാത്രമല്ല, അജുവും കേട്ടില്ല. അല്ലെങ്കിൽ നീ കേൾക്കാത്തതൊന്നും അവനും കേൾക്കാറില്ലല്ലോ. നന്ദന്റെ സംസാരം കേട്ടപ്പോൾ ശിവ പെട്ടെന്ന് നജുവിനെ അജുവിനെ ഒന്ന് നോക്കി. രണ്ടാളും ഇരിക്കുന്നത് രണ്ട് കസേരയിലാണെങ്കിലും അത്രയും അടുത്താണുള്ളത്. ഇടയ്ക്ക് രണ്ടാളും എന്തൊക്കെയോ രഹസ്യമായി സംസാരിക്കുന്നുമുണ്ട്. ഇവർക്ക് രണ്ടാൾക്കും എന്തായിരിക്കും ഇത്ര സംസാരിക്കാനുള്ളത്? ഏതു നേരവും ഒന്നിച്ചാണ്. ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരാളെ തനിച്ച് കണ്ടിട്ടേയില്ല. ഉറക്കം പോലും ഒരേ റൂമിൽ ഒരു കട്ടിലാണ്. ഓ, നമ്മുടെ നാട്ടിലെങ്ങനെ ആവണം. വീട്ടുകാർക്കില്ലെങ്കിലും നാട്ടുകാർക്ക് ചൊറിച്ചിലായിരിക്കും. മോളെ, പപ്പ പറഞ്ഞത് തിരുമേനി മോളുടെ നക്ഷത്രം നോക്കിയിരുന്നു. ലക്ഷ്മിയുടെ പോലെ ആയില്യം നക്ഷത്രമാണ് മോളുടേത്. പപ്പ പറയുന്നത് ഞാനാണ് അവരുടെ പുനർജന്മം എന്നാണോ? ഇത് കേട്ടപ്പോൾ കുറച്ചു പേര് ഞെട്ടിയെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് പ്രതീക്ഷിച്ചതാണ് എന്ന ഭാവമായിരുന്നു. എങ്കിൽ ചേച്ചിയുടെ അവർ അനന്തനും പുനർജനിച്ചിട്ടുണ്ടാവില്ലേ മാമേ? എനിക്കറിയില്ല അപ്പു മോളെ. തിരുമേനി ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ശിവയാണെങ്കിൽ അപ്പു ചോദിച്ച ചോദ്യത്തിൽ തന്നെയായിരുന്നു. ഇവൾക്കിനി അവിടെ വല്ല ലവറുണ്ടാകും. എന്തേലും ആവട്ടെ, ഞാൻ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? ചിലപ്പോഴൊക്കെ നക്ഷത്രത്തെ കാണുമ്പോൾ മുമ്പ് എവിടെയോ കണ്ടതുപോലെ തോന്നാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അവളാണെങ്കിൽ ഈ നാട്ടിൽ പോലും ആദ്യമായിട്ടാണെന്ന് പറയുന്നു. മോളെ, മോൾക്ക് കാവിലും നാഗത്തറയിലും വിളക്ക് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദോസ് റീഇൻകാർണേഷൻ. അതൊന്നും സാരമില്ല മോളെ. മുത്തശ്ശന് നല്ല വിശ്വാസമുണ്ട് നിങ്ങളൊക്കെ ഇതിൽ വിശ്വസിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന്. തിരുമേനി, മോൾക്ക് വിളക്ക് വയ്ക്കാൻ സമ്മതാണെന്നാ പറഞ്ഞത്. പത്മനാഭ, കാവൻ നാഗത്തറയും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ ആളെ ഏർപ്പാടാക്കണം. നാളെ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഒരു പൂജ കൂടി ചെയ്താൽ എല്ലാം ശുഭമാകും എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അവരുടെ കൂടിച്ചേര് പുനർജന്മത്തിലൂടെ സാധിക്കുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അതിനുള്ള സമയമാകുമ്പോ അത് നടന്നോളും. ഇത്രയൊക്കെ നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്ത് നടത്തിയതാണോ? എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോ അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അവളുടെ പാതയെ അവൾ തന്നെ തിരിച്ചറിയുന്നതാണ് നല്ലത്, അല്ലേ നന്ദ? വെറുതെ നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞതുപോലെ ഒരു ആലോചന ഒന്നും വേണ്ട. ഈ വിളക്ക് വെക്കലൊക്കെ കഴിയുന്നതോടെ അവരുടെ പഴയ കാലത്തിന്റെ ഓർമ്മകളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, തങ്ങൾ ആരാണെന്നൊക്കെ. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റും. ഇപ്പോഴുള്ള അവരുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നും എപ്പോഴും അതുപോലെ ഉണ്ടാവണമെന്നില്ലല്ലോ. എല്ലാം മാറി മറിയ ഒരു നിമിഷം മതി. അത്രമേൽ സ്നേഹിച്ച രണ്ട് ആത്മാക്കളല്ലേ, അവരെ ഒന്നിക്കാനല്ലേ ഈശ്വരൻ പോലും ആഗ്രഹിക്കൂ. ശിവ, നീ ഇതെന്താ ചിന്തിച്ചു കൂട്ടുന്നത്? എന്റെ അജു, ആ തിരുമേനി പറയുന്നൊന്നും എനിക്ക് ചിലപ്പോ മനസ്സിലാവുന്നില്ല. അതിന് മാത്രം ഇപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞത്? നിന്നോട് മുത്തശ്ശൻ പഴയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഏത് കഥ? ഓ, ഇവനെ കൊണ്ട് ലക്ഷ്മിയും അനന്തനും അവരുടെ പ്രണയവും തറവാട്ടിലെ കാവ്യ വിളക്ക് വെക്കാത്തതിന്റെ കാരണമൊക്കെ. അതൊക്കെ പറയാനാണല്ലോ അന്ന് തറവാട്ടിലേക്ക് വിളിപ്പിച്ചത്. മാമന്റെ മോളാണ് ആ ലക്ഷ്മിയുടെ പുനർജന്മ എന്നാണ് അങ്ങേരിപ്പോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവളാണോ കാവിലൊക്കെ വിളക്ക് വെക്കേണ്ടത്? നിനക്കിപ്പോ അവിടെ വിളക്ക് വെക്കുന്നതാണോ പ്രധാനം? പിന്നല്ലാതെ വേറെ എന്താ? അവൾ ലക്ഷ്മിയാണെങ്കിൽ അനന്തൻ എവിടെ? ഓ, അതും ശരിയാണല്ലോ. കാമുകനും കൂടി ഉണ്ടായാലല്ലേ അവരുടെ കൂടിച്ചേരലൊക്കെ നടക്കും. ഇനി ചിലപ്പോ ആ പെണ്ണിന് അവിടെ വല്ല കാമുകനും ഉണ്ടെങ്കിലോ? അതിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ തൽക്കാലം വിളക്ക് വെക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നാ തിരുമേനി പറഞ്ഞതുപോലെ. പിന്നെന്താ നിനക്കിപ്പോ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആ നക്ഷത്രത്തെ കാണുമ്പോ മുമ്പ് എപ്പോഴോ കണ്ടതുപോലെ ഒരു തോന്നൽ. അടുത്തു വരുമ്പോഴൊക്കെ എനിക്ക് അവളെ അതുപോലെ അടുത്ത് കണ്ടിട്ടുള്ള ഒരു ഫീലാണ്. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് അവൾ ഇവിടെ ആദ്യമായിട്ടാണെന്ന്? അതാണ് ആകെ ഒരു കൺഫ്യൂഷൻ. ഇനി ഞാനായിരിക്കും അനന്തന്റെ പുനർജന്മം? അതാണോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാകുന്നത്? എന്റെ ശിവ, നീ എന്തിനാ ഈ വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് തല വെറുതെ ചൂടാക്കുന്നത്? എങ്കിൽ പിന്നെ നീ പറ, അവളെ കാണുമ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇവനോട് സത്യങ്ങളൊന്നും പറയാനും പറ്റില്ലല്ലോ. നീ എന്താ ഒറ്റയ്ക്ക് പറയുന്നത്? ഒന്നുമില്ല, നിന്റെ തോന്നൽ ശരിയാകുമോ എന്ന് ആലോചിച്ചതാണ്. നിനക്ക് ആഗ്രഹമുണ്ടോ ശിവ അവളുടെ പ്രണയം നീ ആകണമെന്ന്? ഇപ്പൊ എനിക്ക് വേറെ ആരുടെയും പ്രണയമൊന്നും ആകേണ്ട. എന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൊണ്ട് ഒരുപാട് വേദനിച്ച ഒരുവൾ എവിടെയോ ഉണ്ട്. എനിക്ക് അവളുടെ പ്രണയമായാൽ മതി. ഈ ശിവദേവ് പത്മനാഭൻ ഒരാളെ താലി കെട്ടി എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും. അവളെ ഒരിക്കലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു പ്രണയമോ വിവാഹമോ ഉണ്ടാകില്ല. നച്ചുവിന്റെ മാലയെ കൈ അമർത്തിക്കൊണ്ട് ശിവ പറഞ്ഞു നിർത്തുമ്പോൾ അവനോട് എന്ത് മറുപടി പറയും എന്നുള്ള ചിന്തയിൽ അജു ഒരു നിമിഷം മൗനം പാലിച്ചു. ഈ മാല എങ്ങനെ എന്റെ കഴുത്തിലുണ്ടാകുമ്പോൾ അവൾ എന്തെങ്കിലും എന്റെ അടുക്ക് വരുമെന്നും എന്നെ സ്നേഹിക്കുമെന്നും ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അജു. അത് മതി എനിക്ക് അവൾക്കായി ഈ ജന്മം മുഴുവൻ കാത്തിരിക്കാൻ. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടല്ലോ അല്ലേ? എന്തേ, നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്? അതല്ലടാ, നിന്റെ ഈ വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ കാണുമ്പോൾ ഇതൊന്നും നടക്കാതിരുന്നാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ?
അവളോട് ഞാൻ ചെയ്ത തെറ്റിന് അവൾക്ക് എത്ര വിഷമോ സങ്കടമായി കാണും. അത് വെച്ച് നോക്കുമ്പോൾ എന്റെ കാത്തിരിപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ വൈകുന്നേരം തറവാട്ടിൽ നിന്റെ കൂടെ വരുന്നുണ്ട് ശിവ. എന്തിന്? നീ എന്നെ പറഞ്ഞത് കാവി വിളക്ക് വെക്കലും ഒക്കെ ഉണ്ടെന്ന്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാലോ. മുത്തശ്ശ, ആ അജുമോൻ വന്നോ? ഞാൻ വിളിക്കണമെന്ന് കരുതിയതേ ഉള്ളൂ. എന്നോട് ശിവ എല്ലാം പറഞ്ഞിരുന്നു, അതാ ഞാൻ വന്നത്. ചായ ഒക്കെ കുടിച്ചിട്ട് എന്റെ മുറിയിലേക്കൊന്ന് വാ. മോളെ നച്ചു, അജുവിനെയും കൂടി താഴേക്ക് വാ. എല്ലാവരും ചായ കുടിച്ച് നിങ്ങളെ ഉള്ളൂ ഇനി. അപ്പു വന്നില്ലേ അമ്മ? അവൾ വന്നു. ചായ കുടിച്ച് ഇപ്പൊ മുറിയിലേക്ക് പോയതേ ഉള്ളൂ. മോളും അജു ഇവിടെ വെറുതെ ഇരുന്ന് മടുത്തു എന്നും പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് പോയി വന്നേ ഉള്ളൂ. അവരെവിടെ പോയത്? ദൂരെ ഒന്നും പോയില്ല ശിവ. ഇവിടെ പറമ്പിലും മറ്റും കുറച്ച് സമയം നടന്നിട്ട് വന്നതാ. നിങ്ങൾക്കാർക്ക് സമയമില്ലല്ലോ അവരെ ഒന്ന് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോവാൻ. കുറച്ച് ദിവസം കഴിഞ്ഞ ഓഫീസ് തിരക്കൊക്കെ കുറയും, അപ്പൊ പോവാ. ആന്റി, നച്ചുവിന്റെ വിളി കേട്ടപ്പോഴാണ് അമ്മയും ശിവയും സംസാരം നിർത്തി തിരിഞ്ഞു നോക്കിയത്. രണ്ടാളും ഒരുപോലെയുള്ള 3/4 പാന്റും ടീഷർട്ടും ഇട്ട് നടന്നു വരുന്നുണ്ട്. അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന അജുവിനെ തന്നെ നോക്കി അവര് മൂന്നാളും. ഇപ്പോഴത്തെ കാലത്ത് സഹോദരങ്ങൾ തമ്മിൽ പോലും ഇത്ര അടുപ്പം ഉണ്ടായില്ല എന്ന് തോന്നും ഇവരെ കണ്ട്, അല്ലേ ശിവ? ഒരേ വയസ്സാണ് രണ്ടാൾക്കും. എന്നാലും അജു അവളെ കുഞ്ഞു കുട്ടികളെ പോലെയാണ് കൊണ്ട് നടക്കുന്നത്. നന്ദൻ പറയുന്നത് അവർക്ക് പോലും നച്ചുവിനെ അജുവിനെ പോലെ നോക്കാൻ പറ്റില്ലെന്നാണ്. ആന്റി, വൈ ആർ യു ലുക്കിംഗ് അറ്റ് us ലൈക്ക് ദാറ്റ്? ഒന്നുമില്ല മോളെ, നിങ്ങൾ ഒരുമിച്ച് വരുന്ന കണ്ടപ്പോൾ ആന്റി ഇവരോട് പറയുകയായിരുന്നു നിങ്ങൾ രണ്ടാൾക്കും പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച്. നന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഹൂ ഈസ് ദിസ്? അജുവിനെ ചൂണ്ടിയുള്ള നച്ചുവിന്റെ ചോദ്യത്തിന് നന്ദിനി ഒന്ന് ചിരിച്ചു. വൈ ആർ യു സ്മൈലിംഗ് ആന്റി? മോൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? എന്റെ അജുവിനെ എന്നും പറഞ്ഞ് അജുവിനെ ചേർത്ത് പിടിച്ചു. എനിക്ക് പപ്പയും അമ്മയും അച്ഛനും അമ്മയും ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ ഇവനെയാണ്. എങ്കിൽ അതേ പേരാണ് ഇവനും, അജയൻ എന്ന ശരിക്കും പേര്. പക്ഷെ വിളിക്കുന്നത് അജു എന്ന. അത് കേട്ടപ്പോ നച്ചു അജയനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കൈ നീട്ടി. ഐ എം നക്ഷത്ര നന്ദൻ. എനിക്കറിയാം, ശിവ പറഞ്ഞിട്ടുണ്ട്. നച്ചു ശിവയെ ഒന്ന് നോക്കിയത് പോലും ഇല്ല. ഓ, ഇവൾക്ക് എന്നോട് മിണ്ടാൻ മാത്രമാണ് മടി. ബാക്കി എല്ലാരോടും എത്ര സമയം വേണേലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടാ ഞാൻ ഇവളെ വല്ലതും ചെയ്ത പോലെ ആണല്ലോ. നീ എന്താ ശിവ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നത്? നീ എന്റെ കാര്യം ഒന്നും നോക്കാൻ നിൽക്കണ്ട. പോയി പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ നോക്ക്. നിനക്കെന്തേ വല്ല വട്ടുമുണ്ട് വെറുതെ ദേഷ്യപ്പെടാൻ? പിന്നല്ലാതെ അവൾക്ക് ബാക്കി എല്ലാരോടും ചിരിക്കാം, സംസാരിക്കാം. എന്നെ മാത്രം കണ്ണി പിടിക്കില്ല. നീ അവളെ കയറി പിടിച്ചോണ്ടാണ് ഇതൊക്കെയെന്ന് നീ അറിയുമ്പോൾ എന്താകും ശിവ നിന്റെ അവസ്ഥ? എന്താ പറഞ്ഞേ നീ? ഞാനൊന്നും പറഞ്ഞില്ല. നിന്നെ ചിലപ്പോ നക്ഷത്രക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് പറയുമായിരുന്നു ഞാൻ. നിന്നെ ഇഷ്ടപ്പെടാമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാം. അവൾ നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് നിനക്ക് കെട്ടാനൊന്നും അല്ലല്ലോ. എന്നാലും എന്നോട് മാത്രം ഇങ്ങനെ. എനിക്ക് ചിലപ്പോഴൊക്കെ ശരിക്കും അവൾ എന്റെ ആരോ ആണെന്നൊക്കെ തോന്നുന്നുണ്ട് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അജു? നമ്മുടെ ആരൊക്കെയോ ആണെന്ന് തോന്നുമ്പോൾ നമ്മെ അവോയ്ഡ് ചെയ്യുന്നത് വല്ലാത്ത വിഷമമാണ്. നീ അതൊക്കെ വിട്ട് നിന്റെ പെണ്ണിനെ മാത്രം ഓർത്താ മതി. അതിനെ ഓർക്കാൻ ഒരു മുഖമെങ്കിലും ഓർമ്മയിൽ വേണ്ടേ? ശിവ പറഞ്ഞത് കേട്ടപ്പോൾ അജുവിന് ശരിക്കും വിഷമം തോന്നി. താൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ശിവയുടെ വിഷമം കുറച്ചെങ്കിലും കുറഞ്ഞനെ. പക്ഷെ അതിന്റെ ബാക്കി എന്താകും എന്നൊന്നും പറയാനും പറ്റില്ല. ഇത്രയും സ്നേഹത്തിലുള്ള ഈ കുടുംബത്തെ ഒരിക്കലും ഒരുമിക്കാൻ പറ്റാത്ത വിധത്തിൽ അകറ്റാൻ ചിലപ്പോൾ താൻ പറയുന്ന കാര്യം കൊണ്ട് പറ്റും. തിരുമേനിയോടൊന്ന് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് എന്തേലും ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അജയനും ശിവയും തമ്മിൽ സംസാരിക്കുമ്പോൾ അജുവും നച്ചു നന്ദിനിയോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആന്റി, അപ്പു എവിടെ? അവൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയമായല്ലോ. അവൾ വന്ന് ചായയൊക്കെ കുടിച്ചല്ലോ മോളെ. ഞാൻ കുറെ ഡേയ്സായി അവളെ കണ്ടിട്ട്. അല്ലെങ്കിൽ ഫുൾ ടൈം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. ഇപ്പൊ അവൾക്ക് എക്സാം ആണോ? അതൊന്നും അല്ല നച്ചു. അവളെ ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് 2 ദിവസമായി പെണ്ണിന് ആകെ ഒരു അനക്കവും ഇല്ല. എന്ത് പറയാൻ? അതൊന്നും എനിക്കറിയില്ല മോളെ. ശിവ ഈ സമയം അത്രയും അജുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുമായിരുന്നു. അവന്റെ മുഖത്ത് നച്ചു അപ്പുവിനെ കുറിച്ച് ഓരോന്ന് ചോദിക്കുമ്പോൾ ചെറിയ രീതിയിൽ ടെൻഷനുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിൽ അപ്പുവിനോട് എന്തോ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അവൻ വിചാരിച്ചില്ലെന്ന് അജുവിന്റെ ടെൻഷൻ കണ്ടപ്പോൾ ശിവയ്ക്ക് മനസ്സിലായി. അജു, വാ, നമുക്ക് അപ്പുവിനെ പോയി കണ്ടിട്ട് വരാലോ. അവളെ ആരാ വിഷമിപ്പിച്ചതെന്ന് അറിഞ്ഞിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. നീ പോയി വാ നച്ചു, ഞാൻ ഇവിടെ ഇരിക്കാം. അതെന്താ അങ്ങനെ? അല്ല, അവൾക്ക് ചിലപ്പോ ഞാൻ ഉള്ളപ്പോ പറയാൻ പറ്റാത്ത കാര്യം വല്ലതും ആണെങ്കിലോ? നിന്നോട് പറയാൻ പറ്റാത്ത ഒന്നും എനിക്കും കേൾക്കണ്ട. അജു നച്ചുവിനെ കൂട്ടി പോകുന്നത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശിവ. അവൻ അപ്പുവിന്റെ കാര്യം നച്ചുവിനോട് പറയാനാണ് പോകുന്നതെന്ന് ശിവയ്ക്ക് തോന്നി. അവർ തമ്മിൽ രഹസ്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. ഒരാൾ അറിയാത്ത ഒരു കാര്യവും മറ്റേയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. നച്ചുവിനെയും അജുവിനെയും കുറിച്ച് നന്ദൻ പറഞ്ഞതായിരുന്നു ഇതൊക്കെ. ഇപ്പൊ ഇത് തന്നെ അജു കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടായിരിക്കും നച്ചുവിനോട് പറയാതിരുന്നത്. നച്ചു, നീ എന്റെ കൂടെ വാ, എല്ലാം ഞാൻ പറയാം. നച്ചുവിനെയും കൂട്ടി അജു തങ്ങളുടെ മുറിയിലേക്ക് പോയി. ഡി, അപ്പുവിനോട് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് അവൾക്ക് വിഷമായത്. നീ എന്ത് പറയാൻ? തമ്മിൽ കൂട്ടിമുട്ടിയത് മുതൽ അവൾ തന്നെ പറഞ്ഞു. ദേഷ്യത്തിന് താൻ അവളെ തിരിച്ചും പറഞ്ഞത് എല്ലാം അജു നച്ചുവിനോട് പറഞ്ഞു. എന്റെ അജു, എനിക്ക് വയ്യ ഇനി ചിരിക്കാൻ. അതിന് ചിരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്?
ചിരിക്കാതെ പിന്നെ, നിനക്കിത് എന്ത് പറ്റി? നീ ആരോടും ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അത് പിന്നെ ആ പെണ്ണിനെ ഒരു വൃത്തികെട്ടവനാക്കിയപ്പോൾ എനിക്കെന്തോ ദേഷ്യം വന്നിട്ടാ. നിനക്ക് ഇതിനു മുമ്പും ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് നീ ആരോടും ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാരെയും പോലെയാണോ അവള്? അവൾക്കെന്താ പ്രത്യേകത? നിന്റെ മാമന്റെ മോളല്ലേടി അവള്? അതെ, അപ്പൊ നിനക്ക് അവളെ നിന്റെ ആരായിട്ടാണ് തോന്നുന്നത്? നീ എന്താ ഒരുമാതിരി എന്നെ ആക്കിയതുപോലെ ചോദിക്കുന്നത്? അജു, ഡു യു ലൈക്ക് ഹർ? ഐ ഡോണ്ട് നോ, ബട്ട് ഐ ഫീൽ സംതിങ് അട്രാക്ഷൻ ടുവേർഡ്സ് ഹർ. നമ്മൾ രണ്ടാളുടെ ഇടയ്ക്ക് അവൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകാതെ അവൾ അവളുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നിനക്ക് ഓർമ്മയില്ലേ, നമ്മുടെ ചെറുപ്പം തൊട്ടെ ആരെങ്കിലും നമുക്കിടയിലേക്ക് വരുമ്പോൾ അവരോട് എനിക്ക് എന്തോ ദേഷ്യമാണ് തോന്നാറ്. എല്ലാവർക്കും നമുക്കിടയിൽ വരാനാണ് താല്പര്യം, പക്ഷെ അവൾക്ക് നമ്മുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. നിനക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് അച്ചു? എന്തോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ഇപ്പോ നീ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും തോന്നുന്നു അവള് നമ്മുടെ റിലേഷൻഷിപ്പിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. പൊതുവെ പപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയാളികൾക്ക് ബോയ്സ് ആൻഡ് ഗേൾസ് ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ മടിയാണെന്ന്. പക്ഷെ അപ്പോ ഒരിക്കലും അങ്ങനെയൊന്നും അവളുടെ കാര്യത്തിൽ കണ്ടിട്ടില്ല. ഡാ, നീ അവളുടെ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ മാത്രമേ ഞാൻ കൂടെ നിൽക്കും. വെറുതെ ഒരു ഇൻഫാച്വേഷന്റെ പേരിൽ അവളെ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനും എന്റെ ഫീലിംഗ്സിന്റെ കാര്യത്തിൽ 100% ഷുവർ ആയാലേ അവളോട് പറയുള്ളൂ. അങ്ങനെ മതി. നമുക്കിപ്പോ എന്തായാലും അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോ എന്താണ്, 2 ദിവസം ആയാലോ കണ്ടിട്ട്? എനിക്കെന്തോ ഒരു സുഖമില്ല, അതാ ഞാൻ ചേച്ചിയുടെ അടുത്ത് വരാതിരുന്നത്. എന്നിട്ടിപ്പോ മാറിയോ? ആ, അതൊക്കെ ഞാൻ വിട്ടു. അജു ആണെങ്കിൽ അപ്പൂനെ തന്നെ നോക്കി നിൽപ്പാണ്. എന്നാ നമുക്കൊന്ന് പുറത്തൊക്കെ നടന്നിട്ട് വന്നാലോ? ആ, ഞാൻ വരാം. അപ്പൊ മുന്നേ നടന്നപ്പോൾ നച്ചു അജുവിനെ പുറകോട്ട് വലിച്ചു. എന്താ നച്ചു, നീ എവിടേക്കായി ഓടിപ്പോകുന്നത്? അപ്പൂനെ നോക്കുമ്പോഴൊക്കെ ഒന്ന് ചുറ്റും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നീ കണ്ടല്ലേ? പിന്നില്ലാതെ എന്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല. ഞാൻ ആയതുകൊണ്ട് പ്രോബ്ലം ഇല്ല. അവിടെ ആ ചേട്ടനെങ്ങാനും കണ്ട നിനക്ക് അപ്പ തന്നെ കിട്ടും. വാ, നടക്കങ്ങോട്ട്.